തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇപ്പൊ LDF പരാജയം നേരിട്ടാൽ CPM സംസ്ഥാന സെക്രട്ടറിയോ LDF കൺവീനറോ ആരും രാജിവെക്കണ്ട. ഇനി UDF പരാജയപ്പെട്ടാൽ KPCC പ്രസിഡന്റ് രാജിവെക്കേണ്ട, അതുമായി ബന്ധപ്പെട്ട ആരും രാജിവെക്കേണ്ട. അങ്ങനെ ഒരു ആവശ്യവും ഉയരാറില്ല. പക്ഷേ BJP ഇപ്പൊ ഒരു തോൽവി നേരിട്ടപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കണം എന്ന് കേരളം അങ്ങോളം ഇങ്ങോളം മുറവിളി ഉയരുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? തീർച്ചയായും പ്രീത, ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ പരിഹാസ്യമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മുന്നോട്ട് വെക്കുന്നത്. അത് ഞാൻ കൃത്യമായി എടുത്തു പറയാൻ കാരണം, കേരളത്തിലെ BJPയുടെ അണികളെല്ലാം അത്തരത്തിൽ പറയുന്നു ഇത്തരത്തിൽ പറയുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ്? കേരളത്തിലെ അണികൾ ആരെങ്കിലും വന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ BJPയുടെ പ്രവർത്തകർ, BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ രാജിവെച്ച് പോകണം എന്ന ആവശ്യം മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, ഇനി ഉയർത്തിയാൽ തന്നെ അതിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉണ്ടാക്കുന്ന ഈ ഹൈപ്പ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്ന കുറച്ചു പേരാകണം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതിൽ എന്താണ് അജണ്ട? ചില മാധ്യമങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ഉടനെ മാറണം, വേറൊരു സംസ്ഥാന പ്രസിഡന്റിനെ അവരോധിക്കണം എന്നുകൊണ്ടൊരു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിക്കുകയാണെന്നേ. എങ്ങനെയാണെന്നേ അങ്ങനെ ഒരു തീരുമാനത്തെ? ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിൽ താല്പര്യം? അതിലെ അജണ്ട എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം. കേരളത്തിലെ BJPയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് വാർത്ത കൊടുക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഏതെങ്കിലും നേതാക്കന്മാർ ഇതിന്റെ പിന്നിലുണ്ടോ? ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതല്ലേ? ഇവിടെ ചില മാധ്യമങ്ങൾ 6ഉം 7ഉം വാർത്തയാണ് കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആരെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് 6ഉം 7ഉം വാർത്ത ഒരു ദിവസം ചെയ്യുകയാണ്. ഇതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? അതാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ നോക്കൂ, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി സ്വീകാര്യനല്ല എന്ന വാദമായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ച വാദം. അപ്പൊ 6 മാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഈ സ്ഥാനാർത്ഥിയെ പറ്റി അന്ന് ഒരു തരത്തിലുള്ള ആക്ഷേപവും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ആക്ഷേപവും ഉണ്ടാകാതിരുന്നത്? ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരക്കെ ആക്ഷേപമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ആരാണ്? ഇതിന്റെ പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ട് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. 10,000 വോട്ട് കഴിഞ്ഞ പാർലമെന്റിൽ കിട്ടി. ആ പാർലമെന്റിൽ കിട്ടിയതിൽ 10,000 വോട്ട് കുറഞ്ഞു എന്ന വാദമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇവിടെ നമുക്കറിയാം, ഇടതും വലതും എന്നും ചെയ്യുന്നത് എന്താണ്? BJP ഏതെങ്കിലും തരത്തിൽ ജയിക്കുമെന്ന ഒരവസ്ഥ വരുമ്പോൾ LDFും UDFും സംയുക്തമായി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും അവിടെ റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടായി. അങ്ങനെ ഒരു സ്ഥലത്താണ് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് അവർ പറഞ്ഞ ശോഭാ സുരേന്ദ്രനെയാണ്, അവിടെ ജയിക്കുമായിരുന്നു എന്ന വാദം മുന്നോട്ട് വെക്കുന്നത്. അതെങ്ങനെയാണെന്നേ? ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും അതുപോലെ തന്നെ 2ാം തവണ ഷാഫി പറമ്പിൽ മത്സരിച്ച് ഈ ശ്രീധരനോട് മത്സരിക്കുമ്പോൾ പോലും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും കൃഷ്ണകുമാറും മത്സരിക്കുന്നത് പോലെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും കൃഷ്ണകുമാറും ഒക്കെ സാധാരണഗതിയിൽ ജനങ്ങൾക്ക് അറിയുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ അവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണകുമാർ. അവിടുത്തെ 20 വർഷമായി അവിടുത്തെ കൗൺസിലറാണ്, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ആളാണ്. അത്തരത്തിലൊരാൾ മത്സരിക്കുമ്പോൾ പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാ പോകുന്നത്? ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ രണ്ടുപേരും, സരിൻ ഒറ്റപ്പാലത്തുനിന്ന് വന്ന് പാലക്കാട് മത്സരിക്കുന്നു, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ അവിടുത്തെ തദ്ദേശീയനായ ഒരാളെ നിർത്തിയാൽ അവിടെ വിജയിച്ചു പോകുമെന്ന ധാരണയിലേക്കല്ലേ എത്തേണ്ടത്? ഇവിടെ നോക്കൂ, 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ, അതായത് BJPയിലെ പടലപ്പിടക്കങ്ങൾ, BJPയുടെ മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയപ്പെടുന്ന ചിലർ ഇലക്ഷന് ശേഷം നടത്തിയ പ്രചരണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, SDPI പോലുള്ള സംഘടനകളുടെ വോട്ടിംഗ് പെർസെന്റേജിൽ അവർ നടത്തിയ, അല്ലെങ്കിൽ അവർ ഒരു മുസ്ലിം വോട്ടുകൾ, 60,000-ലേറെ മുസ്ലിം വോട്ടുകൾ ഉള്ള സ്ഥലമാണ്. അവിടെ മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അവിടെ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 കിട്ടിയ അതേ വോട്ടുകൾ, ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ നിന്നൊരു നേതാവ് സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ പുറത്തു പോയിട്ട് ഇത്രയൊക്കെ ഉണ്ടായി വലിയ അംഗങ്ങൾ ഉണ്ടാക്കി BJPയിൽ വലിയ തകർച്ചയാണെന്ന് വരുത്തി തീർത്തിട്ടും 2016 കിട്ടിയ വോട്ട് പെർസെന്റേജ് ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യം അവിടെ ശരിയല്ലേ? പിന്നെ ഈ ശ്രീധരനെ വെച്ച് നോക്കുമ്പോൾ അത്രയധികം വോട്ട് കിട്ടിയില്ല എന്ന് വാദിക്കുന്നവർ, ഈ ശ്രീധരന് കിട്ടുന്ന എല്ലാ വോട്ടുകളും കേരളത്തിലെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരുപക്ഷെ
സുരേഷ് ഗോപിയെ നമ്മൾ പറയുന്നുണ്ടല്ലോ, സുരേഷ് ഗോപിയുടെ വോട്ടിനെ സംബന്ധിച്ച്. സുരേഷ് ഗോപി അവിടെ തന്നെ നിന്ന്, അതായത് തൃശ്ശൂർ തോറ്റപ്പോൾ പോലും അദ്ദേഹം പിന്നീട് അവിടെ തന്നെ നിന്ന് മത്സരിച്ച ആളാണ്. അവിടെ നിന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി തൃശ്ശൂരിൽ സ്ഥിരമായി പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അത്തരത്തിൽ, അതായത് കേരളത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ്, BJPയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ആ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെ മാറ്റാൻ സാധ്യത ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതിന് കാരണം പാർലമെന്റ് ഇലക്ഷനിൽ BJP നേടിയ വോട്ടിന്റെ പെർസെന്റേജും സീറ്റിന്റെ നിലയും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിയമസഭയിലേക്ക് വരെ എത്താൻ തക്ക സാഹചര്യമുള്ള വോട്ടുകളും ഒക്കെയാണ്. അപ്പോൾ സുരേന്ദ്രൻ ഇത്രയും കാലം മറ്റുള്ളവരുണ്ടാക്കിയ ഒരു ഇമേജ്, ആ ഇമേജ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് കേന്ദ്ര BJP നേതൃത്വത്തിനൊക്കെ ആ ഇമേജ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന ഈ തെരഞ്ഞെടുപ്പ് അതൊരു ആയുധമാക്കി വെച്ചുകൊണ്ട് കേരളത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം, ഞാൻ പറയുന്നത് BJPയിൽ തന്നെ ഉണ്ടായ പടലപ്പിണക്കങ്ങൾ, അതിൽ മാധ്യമങ്ങൾക്ക് ഇന്ധനം നൽകുന്ന രീതിയിൽ കേരളത്തിലെ BJPയിൽ നിന്നുള്ള ചില നേതാക്കൾ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങളുമായി കേരളത്തിലെ BJP നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ, പ്രതിസന്ധിയൊന്നുമില്ല എങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കേരളത്തിലെ BJP നേതൃത്വം മോശമാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത വാർത്തയിൽ ഇത്തരം ചില കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചപ്പോ സുരേന്ദ്രൻ എത്ര തന്നു, സുരേന്ദ്രൻ എന്തെങ്കിലും തന്നിട്ടാണോ ഇത്തരത്തിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ വളരെ മോശം കമന്റുകൾ, നീ പോയി പണിയെടുത്ത്, ഞാൻ എന്റെ പണിയാണ് എടുക്കുന്നത്, ആ പണി വൃത്തിയായി എടുക്കുന്നത് കൊണ്ടാണ് ഈ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയുന്നത്. സുരേന്ദ്രൻ എന്നല്ല, കേരളത്തിലെ ഒരാൾക്കും, BJPക്കോ CPM-നോ കോൺഗ്രസിനോ ഏതെങ്കിലും ഒരു നേതാവിന്, കേരളത്തിലെ ഏതെങ്കിലും, ഞാൻ കഴിഞ്ഞ 20 വർഷമായി മാധ്യമ പ്രവർത്തകയാണ്. ഈ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുമ്പോൾ ഒരു ചായയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്, വാങ്ങിച്ചു കുടിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ സ്വീകരിക്കുകയോ ചെയ്ത ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എന്നെ ആക്രമിക്കാൻ ഈ വിഷയങ്ങൾ, ഇതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ BJPയുടെ തന്നെ ചില നേതാക്കന്മാർ കഴിഞ്ഞ 3 വർഷമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഏത് നേതാവാണെന്നും ആ നേതാവ് ഏതൊക്കെ തരത്തിലാണ് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുന്നതെന്നും കേരളത്തിലെ ഏതൊക്കെ മാധ്യമങ്ങളുമായി ബന്ധമുണ്ടെന്നും ഏതൊക്കെ ആൾക്കാരെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ തന്നെ കേരളത്തിലെ പലരെയും ഞാൻ പറയട്ടെ, ഇപ്പൊ സുരേന്ദ്രൻ മാറി മറ്റൊരാൾ വന്നാൽ ഇവിടെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് സെറ്റിലാകുമെന്നാണല്ലോ പറയുന്നത്. ഓൾറെഡി ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 വർഷമായി ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ നിങ്ങളെ അതാക്കാം, നിങ്ങളെ ഇതാക്കാം എന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുത്തിട്ടുണ്ട് ചിലർ. അത്തരത്തിലുള്ള വിവരങ്ങൾ എനിക്കറിയാം. അത്തരത്തിലുള്ള ഓഫറുമായി ചിലരെ സമീപിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ ഓഫറുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ അതാക്കാം, നിങ്ങളെ ഇതാക്കാമെന്ന് നൽകിയ ഓഫറുകളാണ് ഇവരോടൊപ്പം ചിലരെങ്കിലും ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും കാരണം. ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ അവർ എനിക്കെതിരെ പരാതിയുമായി പൊക്കോട്ടെ, ഞാൻ റെഡിയാണ് കണ്ടസ്റ്റ് ചെയ്യാൻ, എന്റെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയുന്നത്. ഇത്തരത്തിലുള്ള ഓഫറുകൾ മാധ്യമങ്ങളെ അടക്കം, അതുപോലെ ചില നേതാക്കന്മാരെ, മാറി നിൽക്കുന്നവരെ, പഴയകാല പ്രവർത്തകരെ, അത്തരത്തിലുള്ള ആൾക്കാരെ വ്യാപകമായി മറ്റ് ക്യാമ്പുകളിൽ നിൽക്കുന്നവരെ, അത്തരത്തിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ നിങ്ങൾക്ക് അത് തരാം, ഇത് തരാം, അതുകൊണ്ട് എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 3-3.5 വർഷമായി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണ് ഈ വാർത്തകൾക്കും ഈ കോലാഹലങ്ങൾക്കും പിന്നിൽ. അത് ഈ ചില മാധ്യമങ്ങൾ ഇത്രയധികം BJP ആക്രമിക്കാനുള്ള കാരണം ഈ നേതാക്കന്മാർ പകർന്ന ഇന്ധനം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ കേന്ദ്ര നേതൃത്വം അത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ട, ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന, വളരെ കൃത്യമായി ജനങ്ങളോട് ഇടപെടാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാർക്ക് ഉപരിപ്ലവമായി, അതായത് തൊലിപ്പുറത്ത് വിപ്ലവം ഉണ്ടാക്കുന്ന, നമ്മൾ പറയുന്നത് കേട്ടില്ലേ തൊലിപ്പുറത്ത്, അത്തരത്തിലുള്ള വിപ്ലവം പോയിട്ടുള്ള ചിലരാണ് ഇതിന്റെ പിന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെയും വെല്ലുവിളിക്കുകയും ആരെയും കരുവാക്കുകയും ആരെയും എന്തു പറയുകയും ചെയ്യുന്നവരാണോ സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ടത്? ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിരന്തരമായി നിന്ന് വെല്ലുവിളിക്കേണ്ട ഒരാളാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നലെ സുരേന്ദ്രൻ അസ്വസ്ഥനായി സുരേന്ദ്രൻ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. വയർ എന്ന് പറയുന്ന ആ ഓൺലൈൻ പോർട്ടൽ നൽകിയ വാർത്ത മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലെ മെഷീന് ഒരു കുഴപ്പവുമില്ല, കേരളത്തിൽ യാതൊരു പ്രശ്നവുമില്ല. CPM ജയിക്കുമ്പോൾ മെഷീന് കുഴപ്പമില്ല, കോൺഗ്രസ് ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീന് കുഴപ്പമില്ല, BJP എവിടെയെങ്കിലും ജയിച്ചാൽ വോട്ടിംഗ് മെഷീന് കുഴപ്പം, കൂടുതൽ വോട്ടുകൾ. അതായത് ഈ കേരളത്തിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യുന്നതാണോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ? അതോ പിന്നെ BJPക്ക് വേണ്ടി മാത്രം, BJP ജയിക്കുന്ന സംസ്ഥാനങ്ങൾ, BJP അങ്ങനെയാണെങ്കിൽ ഇപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചാൽ പോരെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ? കേരളത്തിലും അത്തരത്തിലൊരു 4 മെഷീൻ വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോ ഈ വ്യാജ പ്രചരണങ്ങൾ, ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, 5 ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന വ്യാജ പ്രചരണങ്ങൾ വയർ എന്ന് പറയുന്ന ആ ഓൺലൈൻ പോർട്ടൽ ചെയ്തതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് വാർത്ത കൊടുത്തു. തിരുത്തി കൊടുത്തോ വാർത്ത ആരെങ്കിലും? മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം, കേരളത്തിലെ കേവലം പാലക്കാടെ ഒരു സീറ്റിനെ ചൊല്ലി നടക്കുന്ന
വാദപ്രതിവാദ കോലാഹലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോഴും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിഷയത്തെ പറ്റി ഏതെങ്കിലും ഒരു മാധ്യമം ഒരു ബുള്ളറ്റിനെങ്കിലും നടത്തിയോ, ഒരു ചർച്ച നടത്തിയോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് സുരേന്ദ്രൻ അത് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. BJP-യെ കടന്നാക്രമിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ആ സംസ്ഥാന പ്രസിഡന്റിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഈ ശ്രമങ്ങൾ ഇന്നും ഇന്നലെയുമല്ല. സുരേന്ദ്രനല്ല ആദ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾക്ക് ഒരു ഇരയായി തീർന്ന ഒരാൾ സുരേന്ദ്രനല്ല. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ്. കുമ്മനത്തെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായ ആദ്യ ദിവസം അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞുകൊണ്ട്, അദ്ദേഹം ആ ജാതിയിൽപ്പെട്ട ആളല്ല, പക്ഷെ അദ്ദേഹത്തെ കറുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ, അദ്ദേഹത്തിനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ജാതിക്കാരെ കൂടി അവഹേളിക്കലല്ലേ? ആദ്യമായി ഒരു ദളിത് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുത്തവരല്ലേ മാധ്യമങ്ങൾ, അല്ലെ? തീർച്ചയായും അപ്പോ കറുത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. അത് ദളിതരെ കൂടി അപമാനിക്കലല്ലേ? രണ്ട് രീതിയിൽ നോക്കിയാൽ അപമാനിക്കലല്ലേ? അതിനു മുമ്പ് ഈ ഇപ്പോ ചില വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലോ, ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവർ തന്നെയാണ് ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം സുവർണാവസരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി. അത്തരത്തിൽ അന്ന് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റണമെന്ന മുറവിളി കൂട്ടാൻ ജനങ്ങളെ പ്രാപ്തമാക്കിയ ചില ചാനലുകൾ, ആ ചാനലുകൾ തന്നെയാണ് ഇപ്പോൾ വേറൊരാളെ അവരാണോ തീരുമാനിക്കുന്നത്? കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾക്ക് എന്താണ് ഇതിൽ താല്പര്യം? ഇപ്പോൾ പറയുന്നു 6 മാസത്തിലേറെയായി കേരളത്തിലെ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ സംഘടന പിൻവലിച്ചിട്ട്. RSS അവരുടെ 100ാം വർഷം ആഘോഷിക്കുന്ന കൊണ്ട് പ്രചാരകന്മാരെ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിൻവലിച്ചു. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ഇനി ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയെ കൊടുക്കണമെങ്കിൽ സുരേന്ദ്രൻ മാറിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന രീതിയിൽ RSSന്റെ വേർഷൻ എന്ന രീതിയിൽ ആരാണ് ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ BJP-യുടെ പ്രവർത്തകർക്കറിയാം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇതിൽ യഥാർത്ഥത്തിൽ ചില നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന, അവർക്ക് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന വ്യഗ്രതയ്ക്കപ്പുറം ഇതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ പുതിയ പ്രശ്നങ്ങൾ ഓരോന്നുമായി അടുത്തടുത്ത വിഷയങ്ങൾ, ഇനി വിഷയങ്ങളില്ല. ഇപ്പൊ ഇന്നോടുകൂടി ഏകദേശം വിഷയങ്ങൾ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത വിഷയങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നറിയാം. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് കേന്ദ്രം മുഖവിലയ്ക്ക് പോലും എടുക്കില്ല. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാടും മാധ്യമങ്ങൾ എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ മാധ്യമങ്ങൾ കിടന്ന് ചാടിത്തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ആരാണ് സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടതിനെ സംബന്ധിച്ച്, വ്യക്തികളെ സംബന്ധിച്ച്, അവരോടൊപ്പം പ്രവർത്തിച്ച് അവരുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാമെന്ന് മറ്റുള്ളവർ വിചാരിക്കേണ്ട. അങ്ങനെ അമിത്ഷായെ ഒന്നും പറ്റിക്കാൻ കഴിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളെ പറ്റിക്കുന്നത് പോലെ, ഞാൻ മഹാസംഭവമാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് പോലൊന്നും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചും അവരെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ തന്നെയാണ്. അവർ എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ദേശീയ നേതൃത്വത്തിലുള്ളത്. അവർ തീരുമാനിച്ചോളും. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം തീരുമാനിക്കേണ്ട എന്നുള്ളതാണ് പറയാൻ.